നമുക്കൊരു ഇൻട്രസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 3053 രൂപ. അപ്പോൾ നമുക്ക് ലാഭമാണ്. കിലോമീറ്ററിന് ഒരു 38-39 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഓണാക്കിയിട്ടില്ല. നമ്മളിപ്പോ കാക്കനാടാണുള്ളത്, എടച്ചിറ ഗ്രൗണ്ടിലാണുള്ളത്. നമുക്ക് കാക്കനാടേക്ക് ഒരു പേഴ്സണൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. 6:37 ആയിട്ടുണ്ട് സമയം. നമുക്ക് ഊബർ ഓണാക്കി നോക്കാം. സമയം 6:37 ആയിട്ടുണ്ട്. നമുക്ക് ഊബർ ഓണാക്കി നോക്കാം. ഇന്നലെ ഓടിയില്ല കേട്ടോ, ഇന്നലെ ഊബർ ഓടിയില്ല. ഇന്നലെ ഒരു ട്രിപ്പ് എടുത്തു, അത് നല്ല ബ്ലോക്ക് നല്ല സമയമൊക്കെ ആയതുകൊണ്ടേ ഞാൻ അപ്പം തന്നെ ഒഴിവാക്കി. പിന്നെ അപ്പം ഇന്നലെ ഓടിയില്ല. അപ്പോൾ ഇനി റാപ്പിഡ് ഓണാക്കി നോക്കട്ടെ. കുറച്ച് നേരം യാത്ര ഓണാക്കാം. ഇവിടുന്ന് എടച്ചിറന്ന് കാക്കനാട് ഭാഗങ്ങളിലൊക്കെ യാത്ര അടിയാറുണ്ട്. ഇതിപ്പോൾ ഈ എടച്ചിറന്ന് അടിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഓണാക്കി നോക്കാം ഒരു കുറച്ച് നേരം. ഫോൺ ചൂടാവും യാത്ര ഓണാക്കിയാൽ. എന്നിട്ട് ഊബറിൽ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് ട്രിപ്പ് അടിക്കട്ടെ. ഒരു പഴമുണ്ട്, മഴ പെയ്യുന്നുണ്ട്, ചായ അടിക്കാൻ പറ്റില്ല, പോകാനും മഴ നനയും. ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പഴമുണ്ട്, പഴം കഴിക്കാം നമുക്ക്. ട്രിപ്പ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് തുടക്കാം. ഈ ക്ലോത്ത് നനച്ചെടുത്തിട്ടുണ്ട്, ഇവിടെ ഒക്കെ പൊടി ഉണ്ടാവും. പിന്നെ ഇതുണ്ടാവും, മഴ പെയ്തിട്ട് ഡോർ മൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഡോർ തുറക്കുമ്പോൾ ആവണതാണ്. അപ്പോൾ ഇതൊരു അലമ്പാണ് കാണുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ട് നനച്ചുകൊണ്ട് തുടച്ചാൽ പെട്ടെന്ന് സാധനം പോകണ്ടോ. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. ബാക്കിലും ജസ്റ്റ് ഒന്ന് തുടക്കാം. ബാക്കിൽ വലിയ അഴുക്കൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് തുടക്കാം. അപ്പോൾ ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ട് തുടച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഡാഷ്ബോർഡും ഈ ഡോറും ബാക്ക് ക്ലീൻ ചെയ്തിട്ടില്ല, അവർക്ക് കയ്യെത്തൂല. പിന്നെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചളിയാണ്, പിന്നെ അവിടെ മാറ്റിൽ ചളിയാവും. അപ്പോൾ ഇനി കുറച്ച് സ്പ്രേ അടിക്കാം. നമ്മളെ മൂസിൻ്റെ സ്പ്രേ കുറച്ച് ഇവിടുക്കും, കുറച്ച് ഇവിടുക്കും, കുറച്ച് ബാക്കിൽ, കുറച്ച് അവിടെ, കുറച്ച് ഇവിടെ. ഈ സാധനത്തുമ്പോൾ സ്പ്രേ അടിച്ചാൽ ചിലപ്പോൾ മണങ്ങാൻ നിൽക്കുമേ. അപ്പോൾ ഏതായാലും കുറച്ച് മതി, ഓവറാക്കും വേണ്ട. അപ്പോൾ ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട്. ട്രിപ്പ് അടിക്കട്ടെ, ഫസ്റ്റ് ട്രിപ്പ് അടിക്കട്ടെ. ഇതാരാ ചവറിലെറ്റോണ്ട് ഇങ്ങോട്ട് വരുന്നേ. നമ്മൾ നാളെയും മറ്റന്നാളും നമ്മൾ ലീവായിരിക്കും, ശനി ഞായറും ആണ്. അപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ആവാം. അപ്പോൾ ശനി ഞായർ ലീവായിരിക്കും. ഞാൻ സാധാരണ ഞായറാഴ്ച മാത്രമേ ലീവ് എടുക്കലുള്ളൂ. ഇതിപ്പോൾ ശരിക്കും ഇന്ന് ഞാൻ ലീവ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ഒരു സുഖമല്ല ഓടിക്കാൻ. അപ്പോൾ ഷോറൂമിലൊന്ന് കയറ്റണം. അപ്പോൾ എനിക്ക് ഇത് കയറ്റാണ്ട് ഓടിക്കുമ്പോൾ ഒരു ദിവസം കൂടി ഓടിക്കാൻ എനിക്ക് കഴിയണില്ല. ഞാൻ ഇന്ന് ഷോറൂമിൽ കയറണമെന്ന് എഴുതിന്. പിന്നെ ഏതായാലും ഇനി ശനി ഞായറും ലീവ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ മനസ്സോടെ ഓടാം. അയ്യോ, 5.9 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. കിട്ടിയ പണിയായി. 280 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ അത് വരുന്നുണ്ടോ നോക്കട്ടെ. മാച്ചിങ്ങിൽ ഇങ്ങനെ കിടക്കാണ്. പോയി. ഇത് 6.9 കിലോമീറ്റർ കേട്ടോ പിക്കപ്പ്, 11 കിലോമീറ്റർ ഡ്രോപ്പ്. ഒക്കെ മാച്ചാ വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എടുക്കാത്ത നന്നായി. 6.9 കിലോമീറ്റർ, 7 കിലോമീറ്റർ പിക്കപ്പ്, 11 കിലോമീറ്റർ ഡ്രോപ്പ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ട്രിപ്പായിട്ട് വന്നാൽ പണിയാവും. എടുത്തിട്ട് നമ്മൾ പോകൂല. അതിനെ കസ്റ്റമറോട് വിളിച്ച് പറയാം. നമുക്ക് ഓടുന്നതിന് വല്ല ലാഭം എന്തെങ്കിലും വേണ്ടേ. അപ്പം എന്താന്നോ, അപ്പോൾ വണ്ടി കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വീൽ അലൈൻമെന്റ് തെറ്റിക്കണോന്ന് ഡൗട്ട് ഉണ്ട്. ചെറിയൊരു ഇതുണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ടയറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ടയറൊന്നും ഇപ്പം മാറ്റാനുള്ള പൈസ ഇല്ല. ടയർ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്ന് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മൊട്ട ആയിട്ടുണ്ട്. അപ്പോൾ വീൽ അലൈൻമെന്റും ചെയ്യണം. അപ്പോൾ ഷോറൂമത്തെ പരിപാടി കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് വീൽ അലൈൻമെന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. ടയറൊക്കെ റൊട്ടേറ്റ് ചെയ്ത് ഇടണമല്ലോ. അപ്പോൾ ആദ്യം ഷോറൂമിൽ അയച്ചു പണികളൊക്കെ കഴിഞ്ഞോട്ടെ, എന്നിട്ട് വീൽ അലൈൻമെന്റ് ചെയ്യാന്ന് വിചാരിച്ച്. ടയർ പിന്നീട് മാറ്റാം. അപ്പോൾ ഏതായാലും ശനി ഞായർ ലീവായിരിക്കും. ശനിയാഴ്ച സർവീസിന് കൊണ്ടുപോയിട്ട് മൊത്തം വണ്ടിന്റെ പണി എടുപ്പിക്കണം. ഇതിപ്പോ കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല, 66,512 ആയിട്ടുള്ളൂ. 62,000 ചെയ്ത. ശരിക്കും 72,000 ചെയ്താൽ മതി. 10,000 കിലോമീറ്റർ വെച്ച് നോക്കണം തന്നെ. പക്ഷേ എനിക്ക് ഒരു മനസ്സിനൊരു സുഖമല്ല. അതെന്താന്നോ, നമ്മള് 60,000 സർവീസ് നമ്മൾ പുറത്തുനിന്ന് ചെയ്ത്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ടാക്സിന്റെ 10,000 കിലോമീറ്റർ ഒക്കെ പെട്ടെന്ന് ആവും. അപ്പോൾ എല്ലാ മാസവും എല്ലാ ഇതിലും കയറ്റണ്ടെന്ന് കരുതി. അപ്പൊ എന്നോട് എത്തുമ്പോൾ 1-2 ആൾക്കാർ പറഞ്ഞ് ഒന്ന് പുറത്തുനിന്ന് ചെയ്യാ, പിന്നെ ഒന്ന് ഉള്ളിൽ നിന്ന് ചെയ്യാ, അങ്ങനത്തെ രീതി ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവരൊക്കെ 50 വരെ ഷോറൂമിൽ നിന്ന് ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ ഒരാള്. അപ്പൊ ഞാനും അങ്ങനെ ചെയ്തു. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടല്ലോ, അത് കുഴപ്പമില്ല. 6.1 കിലോമീറ്റർ ഡ്രോപ്പും 0.3 പിക്കപ്പ്, 1 കിലോമീറ്റർ. അപ്പൊ സ്ഥലത്താണ് 1.1 ഉണ്ട് കേട്ടോ. വരുമ്പോ വേറെ, പിന്നെ നാവിഗേഷൻ എടുക്കുമ്പോ വേറെ. ഇത് നമ്മളെ എടച്ചിറന്നാണ്. എടച്ചിറ അല്ല, ഇൻഫോ പാർക്കിന്റെ അവിടെ നിന്നാണ്. നവോട്ടലിനാ തോന്നുന്നുണ്ട്. അപ്പൊ ആളെ പോയി പിക്ക് ചെയ്യട്ടെ ശരത്തിനെ. അപ്പൊ ഞാനും അങ്ങനെ പുറത്തുനിന്ന് ചെയ്യാന്ന് വിചാരിച്ചു. 50 കഴിഞ്ഞപ്പോ 50 വരെ ഷോറൂം കയറ്റി. ഇപ്പൊ 65 ആയില്ലേ, 66 ആയി. 70
ഷോറൂമിൽ നിന്ന് ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി നേരത്തെ ചെയ്യാനപ്പോൾ തോന്നണേ. ഇനി എന്തായാലും ഞാൻ പുറത്ത് ചെയ്യണില്ല. പുറത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടണില്ല. കാരണം ഇത് ഇവരെല്ലാം ചെക്ക് ചെയ്യൂലല്ലോ. അപ്പോൾ ഞാൻ അടുത്തിയിൽ ചെക്ക് ചെയ്യുമല്ലോ, അടുത്തിയിൽ ഷോറൂമിൽ കയറ്റുമല്ലോ എന്നുള്ള ചിന്തയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ അത് നമുക്ക് കഴിയണില്ല. എന്താ വെച്ചാൽ ഇവരൊക്കെ ഓയിലൊക്കെ പറഞ്ഞ ഏതാ അറിയില്ല. അത്യാവശ്യം ചിലപ്പോൾ ക്വാളിറ്റി ഒക്കെ ഇല്ലാത്തതായിരിക്കും. ഒരു പുക ഒക്കെ വരുന്നുണ്ട്. നമ്മളെ വണ്ടിക്ക് പുക വല്ലാണ്ട് ഉണ്ടാവില്ല. CNG വണ്ടിക്ക്, എന്റെ വണ്ടിക്ക് ചെറിയ രീതിയിൽ ഇപ്പൊ പുക കൂടി വന്നിട്ടുണ്ട്. ഇതേ നോവോട്ടലിൽ നിന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. ഇതായിരുന്നു കേട്ടോ നമ്മളെ കസ്റ്റമർ. നമ്മളെ തൃക്കാക്കര അമ്പലത്തേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആളിവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യണം. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ 2 ദിവസത്തിനായിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് നോവോട്ടലിലൊക്കെ താമസിക്കണേ. എൻ്റെ ഫ്രണ്ടിന് നാളെ അവിടുന്ന് ഷൈൻ ടോം ചാക്കോനെ കിട്ടിയിട്ടുണ്ടായിരുന്നു നോവോട്ടലിൽ നിന്ന് MG റോട്ടിലേക്ക്. ആളെ 150 രൂപയാണ് നമ്മളെ ഫെയർ ഉണ്ടായിരുന്നത്. 500 തന്നത്. ചേഞ്ച് കറക്റ്റും ചേർത്ത് ചേഞ്ചുള്ള മുഴുവൻ കൊടുത്തു. ഇപ്പോൾ ആൾ 500 മാത്രമേ ഉണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ചില്ലറ ചോദിച്ചു വന്നാൽ പണിയാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. 142 രൂപയാണ് നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത്. 5.14 കിലോമീറ്റർ 10 മിനിറ്റ് കൊണ്ട് എത്തി. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ കംപ്ലൈൻ്റ് ആൾ പറഞ്ഞില്ല. ഒന്ന് ക്ലച്ച് ചില സമയങ്ങളിൽ നല്ല ടൈറ്റ് വരുന്നുണ്ട്. ടൈറ്റും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കോൾഡ് സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ആ സമയത്ത് വണ്ടി എടുക്കുമ്പോൾ എങ്ങനെ ഒരു തെള്ളിങ്ങാണ്ടുള്ളൊരു അങ്ങനത്തെ ഒരു വരമ്പിങ്ങാണ്ടുള്ളൊരു ഇതേക്കരം അങ്ങനത്തെ ഒരു സംഭവം വരും കുറച്ചെണ്ണം ഓടിക്കഴിഞ്ഞാൽ. അത് പിന്നുള്ളത് നമ്മളെ ഇപ്പോൾ അടുത്ത് ഞാൻ ഒരു 2 ദിവസം മുമ്പ് തോന്നുന്നുണ്ട് ഒരു പെരുമ്പാവൂരിലേക്ക് നമ്മൾ ട്രിപ്പ് പോയിനല്ലോ, ഇന്നലെ മിന്നാന്നായിട്ട്. അപ്പോൾ അതിലുണ്ടായത് നമുക്ക് അതിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ ബ്രേക്ക് നമ്മൾ ഗിയറിലിട്ട് തള്ളി പോവുമല്ലോ, ആ തള്ളി പോണാല് ബ്രേക്ക് മുഴുവൻ ചോട്ടി. എന്നിട്ട് ബ്രേക്ക് പിടുത്തം കിട്ടണില്ല, ബ്രേക്കിന്റെ പിടുത്തം. അപ്പൊ ബ്രേക്ക് പാഡൊക്കെ കഴിഞ്ഞതിൽ വർക്ക്ഷോപ്പിൽ നിന്ന് മാറിയതാണ്. 1500 എത്ര ആയിട്ടുണ്ടായിരുന്നു. 4 കട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ 2 മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ പിടുത്തം കിട്ടിയില്ല. പിന്നെ നമ്മളെ അലൈൻമെന്റ് തെറ്റിയത്, ടയറുകളൊക്കെ ഒരു മുട്ടയാണ്. പിന്നെ പിന്നെ ബാക്കത്തെ കസ്റ്റമർ 3 കസ്റ്റമർ എന്നോട് പറഞ്ഞു. ആദ്യം ഒരു കസ്റ്റമർ പറഞ്ഞു, ഞാൻ വലിയ കാര്യമാക്കിയില്ല. പിന്നീട് 2 കസ്റ്റമറും കൂടി പറഞ്ഞു. ടോട്ടൽ 3 കസ്റ്റമർ എന്നോട് പറഞ്ഞു ബാക്കിൽ നിന്ന് ഒരു ഷെയ്ക്കിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് വീൽ അലൈൻമെന്റിന്റെ ആയിരിക്കും. എല്ലാരും അതാ പറഞ്ഞത്, വീൽ അലൈൻമെന്റിന്റെ ചെയ്യലുണ്ടോ അത് ഇതെന്നൊക്കെ ചോദിച്ചത്. അപ്പോ അത് ചിലപ്പോ വീൽ അലൈൻമെന്റ് ആയിരിക്കും, എന്താ അറിയില്ല. ബാക്കിൽ വൈബ്രേഷൻ ഇറങ്ങി. ടയറൊക്കെ ഏകദേശം അല്ല, ബാക്കിലൊക്കെ കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട്. ഫ്രണ്ടില് ഒരു ടയർ മാത്രമേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെന്താ അറിയില്ല. അപ്പോൾ ഈ വർഷം ഷോറൂമത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വേണം വീൽ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ എല്ലാം ഇത്രയും കാര്യങ്ങളുണ്ട്. മഴക്കാലൊക്കെ അല്ലേ, അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ചെയ്യാണ്ട് എനിക്ക് പോകുമ്പോ ഒരു മനസ്സിനൊരു സുഖമല്ല. അപ്പൊ 66,518 ആയിട്ടുള്ളൂ. 72 ചെയ്താൽ മതി ശരിക്ക്. 70 ആണെങ്കിൽ ഇഞ്ഞുണ്ട് 2500 3500ഓളം ഉണ്ട് കിലോമീറ്റർ. അപ്പൊ അത് നിക്കണില്ല, വെയിറ്റ് ചെയ്യണില്ല. അപ്പൊ നാളെ തന്നെ നമ്മള് ഷോറൂമിൽ കയറ്റിട്ട് ഷോറൂം പരിപാടികൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീൽ അലൈൻമെന്റും കാര്യങ്ങളും മുഴുവൻ ചെയ്തിട്ട് ഇനി വണ്ടി ഓടുന്നുള്ളൂ. ഇന്നിപ്പോ ഇനി ഇങ്ങനെ ഓടായിരുന്നു, വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഇന്നൊരു ദിവസം പറഞ്ഞ ഓടാം. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. വരുന്ന വഴിക്ക് നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു. 288 രൂപ 14 കിലോമീറ്റർ എന്ന് തോന്നുന്നുണ്ട്. എടുക്കാൻ പറ്റിയില്ലല്ലോ, നമ്മൾ ഈ ട്രിപ്പിലായിരുന്നു. അപ്പോ ഇനി ഏതായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. എന്തൊരു ഭാഗ്യമോ, ഞാനിപ്പോ അടിക്കാത്തോണ്ട് ട്രിപ്പ് അടിക്കാത്തോണ്ട് ചാവി ഇങ്ങനെ തിരിച്ചതുണ്ട് ലൈറ്റ്. അപ്പൊ ജസ്റ്റ് ട്രിപ്പ് അടിച്ചു 1 കിലോമീറ്റർ പിക്കപ്പില് അൽഫ. എവിടേക്കാന്ന് ഞാൻ കണ്ടില്ല, എന്തൊരു എയർപോർട്ട് എന്ന് കണ്ടു. എയർപോർട്ട് റോഡായിരിക്കും, സീപോർട്ട് എയർപോർട്ട് റോഡായിരിക്കും. അപ്പോ പോയി പിക്കട്ടത്. ഇവിടുന്ന് ഈ ഒരു വഴി ഇങ്ങനെ കയറിയിട്ട് അവിടുന്ന് റൈറ്റ് തിരിയണം എടപ്പള്ളി ഭാഗത്തേക്ക്. പൈപ്പിലെ റോഡാണ് കാണുന്നത്. പൈപ്പിലെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അൽഫനെ പോയി പിക്കട്ടെ. ഹലോ 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 ലിഫ്റ്റിലാ? അല്ല, ഇത് ആളെ ലിഫ്റ്റിലാന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ ഇവിടെ ഫ്ലാറ്റ് ഒന്നും കാണുന്നില്ല. ഇതിന്റെ തൊട്ടപ്പുറയും അതിന്റെ തൊട്ടപ്പുറം ഒരു പള്ളിയാണ്, ക്രിസ്ത്യൻ പള്ളിയാണ്. ഇവിടെ എവിടെയും വല്ല ഫ്ലാറ്റും ഉണ്ടോ? ലിഫ്റ്റിലാന്നൊക്കെ പറയുമ്പോ അതാണ്ട് കാണുന്നത്. ഇത്ര വലിപ്പമുള്ള ഫ്ലാറ്റ്. ഞാൻ ഇപ്പൊ വണ്ടി ഓടിച്ചിട്ടോ അപ്പളാ കാണുന്നത്. ഞാനെന്ത് പൊട്ടനാ അല്ലേ? അപ്പോ അബാദ് ഓയിസ അങ്ങനെ എന്തോ ആണ് ഫ്ലാറ്റിന്റെ പേര്. ചെല്ലട്ടെ. ആളവിടെ ഇറങ്ങി നിൽക്കണ്ട. ആളൊന്നും കൂടി എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാപ്പിലുണ്ടല്ലോ, കറക്റ്റ് ആണ്, മാപ്പിലൊന്ന് അടിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു. നമ്മളെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഈ 2 ലേഡീസ് ആയിരുന്നു. അതെ, എയർപോർട്ട് റോഡാണ് ഇത് കണ്ടോ, കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പൊ അതിന്റെ റോഡ് ജസ്റ്റ് കയറിയിട്ട് ഇവിടെ ഒരു സൽക്കാര റെസ്റ്റോറന്റ് ഉണ്ട്, അവിടേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 390 ടോട്ടൽ വാങ്ങിയത്. 390 ആണ്ടോ, 258 നമുക്ക് 17.51 കിലോമീറ്റർ. വരുന്ന വഴിക്ക് നമ്മള് അജിത്തിന്റെ വണ്ടി ഉണ്ടായിരുന്നു. അവരെന്നും എയർപോർട്ടാ ഡെയിലി.
അപ്പൊ അവന് ഇതുവരെ ഉണ്ടായിരുന്നു, എയർപോർട്ടിൽ പോയിണ്ടാവും, ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, റാപ്പിഡോല അടിച്ചിട്ടുള്ള പ്രമോദ്. ഞാനിവിടെ അത്താണിയിലാണുള്ളത്. അത്താണിയിൽ വളവിൽ കൊടുത്തിട്ടാണ്. കിലോമീറ്റർ അടുത്ത് തന്നെ കേട്ടോ, 600 മീറ്റർ ഉള്ളൂ. മെയിൻ റോഡിലാണ്, ഹൈവേയിലാണ്. അപ്പോൾ വണ്ടി ഓടിക്കണം, പോയി ഡ്രോപ്പ് ചെയ്യട്ടെ. 167 രൂപയുടെ ട്രിപ്പാണ്. പക്ഷെ അത്ര കിലോമീറ്റർ ഒന്നും ഉണ്ടാവില്ല, അത് ബൂസ്റ്റഡ് റേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. റേറ്റ് കൂട്ടിക്കണോന്നു. അപ്പോൾ അത്ര കിലോമീറ്റർ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു 6 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. പോയി പിക്കട്ടെ. ബ്ലോക്കാണ് കേട്ടോ, മറ്റേ സിഗ്നലിൻ്റെ ബ്ലോക്കാണ്. ഹൈവേക്ക് കയറുന്ന അവിടുത്തെ സിഗ്നലായിരിക്കും. അപ്പോൾ ട്രിപ്പ് എടുക്കാൻ ഞാൻ നോക്കിയില്ല, പെട്ടെന്ന് തന്നെ എടുത്തു. റാപ്പിഡോൻ്റെ ട്രിപ്പാണ്. ഊബർ ഞാൻ ടീ ബ്രേക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആലോ ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ കഴിച്ചിലായി. അവിടുന്ന് പിന്നെ ട്രിപ്പ് അടിച്ച് പോയിക്കോളൂ. ഈ ഭാഗങ്ങളൊക്കെ ട്രിപ്പ് അടിയാൻ ചാൻസ് കുറവാണ്, കാരണം ഇവിടെ കുറേ ടാക്സി വണ്ടികൾ ഉണ്ടാവും. ആലോ ഭാഗത്തേക്ക് ആയാൽ മതിയായിരുന്നു. ഇതാട്ടോ നമ്മളെ കസ്റ്റമർ, ഈ റെഡ് ഒരു ഹിന്ദിക്കാരനായിരുന്നു. 185 രൂപ കിട്ടിട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റേറ്റാണ് കിട്ടിയത്. പിന്നെ അതിന് നമ്മൾ ഓടിയത് 5.2 കിലോമീറ്റർ. ഇതാണ്ടോ നല്ല ലാഭമായി. 185 രൂപ കിട്ടിയിട്ടുണ്ട്. ഊബറിൽ ഇപ്പോൾ ഇതൊരു 10 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും, 9 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. 7 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. 35 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട് കിലോമീറ്ററിന്. അപ്പോൾ ഇതിപ്പോൾ എവിടെ സ്ഥലം അറിയോ? നമ്മളെ എയർപോർട്ടിൻ്റെ ബാക്കിലാണ്. ഈ കിടക്കുന്ന വണ്ടികൾ, ഈ ടാക്സി വണ്ടികളൊക്കെ ക്യൂവിലായിരിക്കും. അപ്പോൾ എയർപോർട്ടിൻ്റെ ബാക്കൊക്കെ ട്രിപ്പ് അടിച്ചേ. ഇനി ഞാനൊന്ന് നോക്കി നോക്കട്ടെ, ചിലപ്പോൾ ഇവിടെ എയർപോർട്ടിൽ കിടക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാം. നമ്മൾ ആദ്യമൊക്കെ എപ്പോഴും അധിക സമയം എയർപോർട്ടിൽ വരലുണ്ടായിരുന്നു. ഇപ്പോൾ എയർപോർട്ട് കുറവാണ്, എയർപോർട്ട് ട്രിപ്പും കിട്ടലില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ സ്പോട്ട് അടിക്കാറുണ്ട്, സ്പോട്ടിൽ ട്രിപ്പ് അടിക്കലുണ്ട്. അപ്പോൾ ഊബറൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നൊക്കെ എയർപോർട്ട് കിടക്കുമ്പോൾ ഒരു മരത്തിൻ്റെ അടിയിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കാം. അവിടെ ചെല്ലണീൻ്റെ മുമ്പ് ആ റോഡ് കയറുന്ന അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ ഉണ്ട് നല്ലൊരു പഴംപൊരി. അവിടെ നിന്ന് ഒരു പഴംപൊരി വാങ്ങിയിട്ട് മരത്തിൻ്റെ അടിയിലേക്ക് പോവാം. ഊബറിൻ്റെ ക്യൂ വന്നിട്ടുണ്ട്. ക്യൂവിൻ്റെ പരിസരമായോണ്ടേ ക്യൂവിൽ വന്നിട്ടുണ്ട്. 160 വണ്ടി ഉണ്ട്. നമുക്ക് ആദ്യം ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ വേഗം പോവാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിൽക്കാം. ചിലപ്പോൾ മാച്ച് ട്രിപ്പ് വരും, എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ മാച്ച് വരാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിൽക്കാം, അതായിരിക്കും നല്ലത്. ഒരു 600-700 റുപ്യേൻ്റെ ട്രിപ്പ് എറണാകുളം ഭാഗത്ത് കിട്ടിയാൽ ഭാഗ്യമായി. ചിലപ്പോൾ ലോങ് ട്രിപ്പ് ഇൻട്രസിറ്റി വരും കേട്ടോ. ഇൻട്രസിറ്റി ഓണാണോ? ഇൻട്രസിറ്റി ഓണാക്കിയിട്ടുണ്ട്. ഹവർലി രണ്ടിൽ മാത്രം ഓഫാക്കിയിട്ടാണ് ഞാൻ. അപ്പോൾ ഇൻട്രസിറ്റി എങ്ങാനും അഥവാ മാച്ച് ട്രിപ്പിൽ വന്നാൽ നമുക്കെടുത്ത് ഓടാം. അപ്പം നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അജിത്തിനെ ട്രിപ്പ് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. വലിയ ഇംഗ്ലീഷ്. വിൽ വെയിറ്റ് 1 hour മോർ ഇൻസൈഡ്, ദെൻ ഐ വിൽ കം ഔട്ട്സൈഡ് ഇൻ അവർ പോസ്റ്റ്. അപ്പോൾ കം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആളിപ്പോൾ വരും. കാരണം എന്താണെന്നോ, 2 മണിക്കൂർ ഫസ്റ്റ് കയറുമ്പോൾ 60 രൂപ 10 മിനിറ്റിന് പോകുമല്ലോ. അത് കഴിഞ്ഞാൽ രാവിലെ സമയങ്ങളിൽ നല്ല ഫ്ലൈറ്റ് ഉണ്ടായാലുണ്ട്. അതുകൊണ്ടാണ് അവൻ ഉള്ളിൽ തന്നെ കടന്നത്, എയർപോർട്ടിൻ്റെ അകത്താണ്. അപ്പം എന്താണെന്നോ, 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ നിൽക്കാൻ പറ്റും അകത്ത്. അപ്പം അതിക്കൊരു 60 രൂപ എന്തായാലും പോയി, അതിക്കൊരു 40 കൂട്ടി കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ നിന്നതാണ് ആള്. പക്ഷെ ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ ആള് പുറത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാന്ന്. വല്ല മാച്ച് ട്രിപ്പ് അടിച്ചിട്ട് കിട്ടിയ ഭാഗ്യം. ഹോട്ടലിൽ നിന്ന് പഴംപൊരിയൊക്കെ വാങ്ങി നല്ല ചൂട് പഴംപൊരി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. 2083 രൂപയുടെ മാച്ച് ട്രിപ്പ്. എന്താണോ, കോള് വരുമ്പോൾ എനിക്ക് സൗണ്ട് കേൾക്കൂല. ട്രിപ്പ് സ്ക്രീനിൽ വരും, പക്ഷെ സൗണ്ട് കേൾക്കൂല. എന്തോ ഒരു പ്രശ്നമുണ്ട് ഫോണിന്. അപ്പോൾ അങ്ങനെ അജിത്ത് വിളിച്ചപ്പോൾ കുറച്ച് ഡിലേ ആയി എടുക്കാൻ. അതുകൊണ്ട് കിട്ടിയില്ല. ഇപ്പോൾ 135 ആയിട്ടുണ്ട്. ആൾ ഇങ്ങോട്ട് വരാനുണ്ട്. അജിത്ത് ഇവിടെ ഒരു മരമുണ്ട്, ഒരു മരത്തിൻ്റെ അടിയിലേക്ക്. അപ്പോൾ അവിടെ പോയോട്ടെ. നമുക്കിവിടെ നല്ലൊരു സ്പേസ് കിട്ടി. അപ്പോൾ അവൻ അവിടെ സ്പേസ് ഉണ്ടായില്ല, അവൻ വരുന്നുണ്ട്, റിവേഴ്സ് ഇട്ട് വരുന്നുണ്ട്. വളക്ക് തിരിയട്ടെ. പെർഫെക്ഷൻ പോരാ അജിത്ത്, പെർഫെക്ഷൻ പോരാ അജിത്ത് പോവാണ് ഗൈസ്. അജിത്തിന് ഒരു ചാരക്കുടി അടിച്ചു. 500 എത്ര ഉണ്ട്. നമ്മളെ പഴംപൊരി തീർന്നില്ല കേട്ടോ. അവന് ചാടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂടെ ചാടിക്കാൻ പോയി. അവിടെ നിന്നും കുടിച്ച ഒരു പപ്സും ചായയും, 2 പപ്സും ഒരു സമൂസയും രാവിലെ കഴിച്ചു. പിന്നെയാണ് ഈ പഴംപൊരി വാങ്ങിയത്. അപ്പോൾ അവനെന്താ കൊണ്ടുവരുന്നുണ്ടല്ലോ, അത് അവന് കുറച്ച് ബിൽ ബുക്ക് തരാൻ വേണ്ടി വന്നതാട്ടോ. കുറച്ച് ഒരു 10 പേപ്പർ തന്നിട്ടുണ്ട് ബിൽ ബുക്ക്. ഈ ചില കസ്റ്റമറിന് ബില്ല് വേണ്ടി വരും, ഈ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വണ്ടി നമ്പറൊന്നും ഇല്ല. അപ്പോൾ അവൻ കുറച്ച് പേപ്പർ തന്നതാണ്. അപ്പോൾ അങ്ങനെ അവനിപ്പോൾ 1-2 കസ്റ്റമറാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക് തന്നതാണ് സാധനം. അപ്പോൾ അവൻ പോയി, അവൻ ചാരക്കുടി പോയി. ഒരാള് പോയപ്പോ അത് അടുത്ത ആള് അജ്മൽ എടപ്പാൾ. അല്ല എന്താ അജ്മൽ, ഇത് കക്കൂസാണോ? കക്കൂസിലേക്കണ് എന്താ ഇവിടെ 2 രണ്ടെണ്ണം ഇവിടെ കക്കൂസിലേക്കണമെന്ന്.
അതെന്താ മന്തിയോ? അല്ല എന്താ ഇതില് ഇല്ല മന്തി മുഴുവൻ തിന്നാണ്ട് പല്ല് കുത്തിപ്പിക്ക് ഇതിലിട്ടിക്കണ്. ഓ ഗൾഫിക്ക് വേക്കൻസി വന്നു. നമുക്ക് തരും ഒരു വേക്കൻസി. ഹലോ, അപ്പോ സമയം 7:53 ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഉള്ളത് ആലപ്പുഴന്റെ ഏകദേശം അടുത്താണ്. ഒരു കലവൂരോ അങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമുക്കൊരു ഇന്റർസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോ രാവിലെ അവിടുന്ന് പോയതിനു ശേഷം നമുക്ക് 4 മണിക്കാണ് അവിടെ നമുക്ക് ട്രിപ്പ് അടിക്കണേ. അപ്പൊ ഞാൻ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോയി. അതൊരു ലേഡി ആയിരുന്നു. ലേഡി വണ്ടി കയറിച്ച് എന്നോട് പറഞ്ഞു ആൾക്ക് ലൊക്കേഷൻ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കാട്ടൂര് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ കട്ടീന്. അത് ഇരിങ്ങാലക്കുടക്കാണ് ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആലപ്പുഴന്റെ അവിടെ ഉള്ള കാട്ടൂർക്കാണ് പോകേണ്ടത് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നാ ചേഞ്ച് ചെയ്തോന്ന് പറഞ്ഞു. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോ ആൾക്കാർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല പറഞ്ഞു. അപ്പൊ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ടുള്ള റേറ്റ് നോക്കി ഊബറിൽ. അപ്പൊ അങ്ങനെ പോകുന്നത്. അപ്പൊ ഇങ്ങോട്ട് എത്ര 3053 രൂപ എത്ര ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ പോവാന്ന് പറഞ്ഞു. ആകെ എത്ര 70 കിലോമീറ്ററോ എത്ര ഉണ്ടായിട്ടുള്ളൂ. 3053 രൂപ. അപ്പോൾ നമുക്ക് ലാഭമാണ്. കിലോമീറ്ററിന് ഒരു 38-39 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ബരൂൺ എന്ന് പറഞ്ഞിട്ട്. കിലോമീറ്റർ ഒരു 5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 11 മിനിറ്റ്. പക്ഷെ ഞാൻ ആളെ ഒരു വട്ടം വിളിച്ചു, ആദ്യം കോൾ എടുത്തില്ല. അപ്പം ഈ ഹെഡ് ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇപ്പം ഹെഡ് ഉണ്ട്, പക്ഷേ ഇതിൽ വീണ്ടും ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഞാനൊരു മെസ്സേജ് അയച്ചു. അത് ഇതുവരെ റീഡ് ആയിട്ടില്ല, കണ്ടിട്ടില്ല, ഡെലിവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പേടി, കാരണം അത് ഒരു ബീച്ച് ഏരിയയാണ്. കണ്ടോ, തൊട്ടടുത്താണ് ബീച്ചിൻ്റെ. ഇത് ഇങ്ങനെ ചാടി കളിക്കണമുണ്ട്. എന്ത് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ഒരു 12-15 മിനിറ്റിൻ്റെ അടുത്തായി ഉണ്ടാവും ഈ ട്രിപ്പ് അടിച്ചിട്ട്. ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ അവർ വിളിക്കേണ്ടതാണ്. അവർ വിളിക്കണില്ല, നമ്മൾ വിളിച്ചിട്ട് എടുക്കണമില്ല. എന്നാൽ ഓക്കെ, കോൾ പോകണില്ലെങ്കിൽ മെസ്സേജ് ആയാലും എടുക്കാം. പക്ഷെ എനിക്കൊരു പേടി. അപ്പം ഞാൻ അജിത്തിനെ വിളിച്ച് നോക്കിയപ്പോൾ അജിത്താറ് ഇന്ന് കുറേ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, ആലപ്പുഴയിൽ കുറേ ഫേക്ക് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ പിന്നെ ഏതായാലും രാത്രിയാണ് 7:56 അതിൻ്റെ സമയം. അപ്പോൾ വെറുതെ വള്ളി പിടിക്കണ്ടല്ലോ. 526 രൂപ എന്തോ ആണ്. ഇത് ചിലപ്പോൾ നമ്മൾ മിക്കവാറും ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം വരും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ മറ്റേ ട്രിപ്പ് നമുക്ക് എന്തായാലും ഒരു കിലോമീറ്ററിന് ഒരു 38-39 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പോരുന്ന വഴിക്ക് CNG കഴിഞ്ഞായിരുന്നു. ഒരു 6 കിലോമീറ്റർ CNG പെട്രോൾ ഓടി, എന്നിട്ട് CNG അടിച്ചു, ഫുൾ ടാങ്ക് CNG അടിച്ചു. 700 എത്ര ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ CNGയിൽ നമ്മളൊരു 21 കിലോമീറ്ററും കൂടി ഓടിയിട്ടുണ്ട്. നമ്മൾ മരടുന്ന് കേട്ടോ സീറോ ആക്കിയത്. എയർപോർട്ടിൽ നിന്ന് സീറോ ആക്കാൻ മറന്നു. അപ്പം ഞാൻ അവിടേക്ക് മരടുക്ക് എയർപോർട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ നോക്കി. അപ്പോൾ എത്ര 20 എത്ര ഉണ്ട്, 30 എത്ര. അപ്പോൾ നോക്കുമ്പോൾ ടോട്ടൽ 70 എത്ര കിലോമീറ്റർ ആണ്. എന്തായാലും കിലോമീറ്റർ നമുക്ക് അത്യാവശ്യം രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ട്രിപ്പ് നമ്മൾ എന്തായാലും എടുക്കാൻ പോകുന്നില്ല. എന്തോ ഒരു ഹോട്ടൽ ലോബി ഇപ്പൊ മെസ്സേജ് അയച്ചു കറക്റ്റ് വീഡിയോ എടുത്തപ്പോ. വേണ്ട, എനിക്കെന്തോ ഒരു പന്തികേട്. അത് ആലപ്പുഴ ഭാഗത്തേക്കാ. നമുക്കത് ക്യാൻസൽ ചെയ്യാം. ആളെന്തായാലും ക്യാൻസൽ ചെയ്യൂല. ഇപ്പോൾ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നോ സേഫ് പിക്കപ്പ് ഇടാം. നമ്മൾ ആറ്റുനോറ്റ് കൊണ്ടുവരുന്നതിന് നമ്മളെ ക്യാൻസലേഷൻ റേറ്റ് ഇപ്പോൾ 1 ആയിട്ടുണ്ടാവും. ഓക്കെ, 1 ആയിട്ടുണ്ട്. 0 ആയി കിടക്കുന്ന ക്യാൻസലേഷൻ റേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ടീ ബ്രേക്കിൽ ഇട്ടിക്കാണ്. നമുക്ക് ഇവിടുന്ന് നേരെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇടാം. അഥവാ ഞാൻ ഭാഗത്തേക്ക് വല്ല ട്രിപ്പ് അടിച്ചാൽ നമുക്ക് എന്തായാലും ബാക്കോട്ട് പോകണ്ട. അത് ആലപ്പുഴ സൈഡൊക്കെയായിരുന്നു, ബാക്കൊക്കെയായിരുന്നു. അപ്പോൾ ടീ ബ്രേക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ വിടാം. മറ്റേ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ക്യാൻസലേഷൻ റേറ്റ് ഒന്ന് വന്നു. കുറേ ദിവസമായില്ല 0 ആയി കിടക്കണം ക്യാൻസലേഷൻ റേറ്റ്. ഇനി ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണില്ല. നമ്മൾ നേരെ ഇങ്ങനെ പോവാം. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? എയർപോർട്ടിക്ക് 76 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ 2:20. നമുക്ക് പോകേണ്ടത് കാക്കനാട്ടിക്കാണ്. കാക്കനാട്ടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവട്ടെ? കാക്കനാട്ടിക്ക് ഇവിടുന്ന് 59 കിലോമീറ്റർ, 1.25 മണിക്കൂർ. അപ്പൊ ഇപ്പൊ പുറപ്പെട്ടാലും ഒരു 9:51 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. നമ്മൾ പതുക്കെ ഇങ്ങനെ പോവാം. വല്ല ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിലേക്കാണ് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുള്ളത്. എയർപോർട്ടിൽ അടിക്കുകയാണെങ്കിൽ എടുത്തോടാം. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിലേക്കാണ് അടിച്ചിട്ടുള്ളത്. രജി എന്നാണ് പേര്. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കി, 8 മിനിറ്റാണ് കാണിക്കുന്നത് ഊബറിൽ. 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു, ലേറ്റ് ആക്കല്ല എയർപോർട്ടിലേക്കാണെന്നൊക്കെ പറഞ്ഞു. സംസാരമൊക്കെ കേട്ടാൽ ഒന്ന് ഭയപ്പെടും. പിന്നെ വീട്ടിലെ ചെറിയ സൗണ്ടുകളൊക്കെ ഞാൻ ചെറുതായിട്ട് കേട്ട പോലെ എനിക്കൊരു ഫീല്. അപ്പോൾ ചെന്ന് നോക്കാം എന്താവും അറിയില്ല. 1000 എത്ര ഫെയർ കണ്ടു. ഏതായാലും പോയിട്ട് ആളെ പിക്കട്ടെ, എന്താ അവസ്ഥ നോക്കട്ടെ. 8 മിനിറ്റും കൂടി ഉണ്ട് പിക്കാനായിട്ട്. 8 മിനിറ്റ് ഉണ്ട്. 3.3 കിലോമീറ്റർ. അപ്പോൾ ആള് ജനുവനാണ്. നമുക്ക് ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു ഫാമിലിയിൽ നിന്ന് പോകാൻ തോന്നുന്നുണ്ടോ. വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്.
അപ്പോൾ ഏതൊരു ഫാമിലിയിൽ നിന്ന് പ്രവാസിയാവാൻ പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരാൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുന്നു, സന്തോഷമായിങ്ങാണ്ട്. ഇപ്പോൾ ഒരാൾ എയർപോർട്ടിൽ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഏതായാലും ആൾ വരട്ടെ. ഇവിടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. ആ പോകുന്നതാണ് കസ്റ്റമർ. എയർപോർട്ടിന്റെ ക്യൂ ഒന്നും കാണില്ല. ഇത് ലീവ് എയർപോർട്ട് ടു റിസീവ് ഡെസ്റ്റിനേഷൻ ട്രിപ്പ് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഓക്കെ, നമ്മൾ ഡെസ്റ്റിനേഷൻ എപ്പോഴും പോയിട്ടില്ലല്ലോ, അതാണ് സംഭവം. ഡെസ്റ്റിനേഷൻ റിമൂവ് ചെയ്യട്ടെ. ഇപ്പൊ എയർപോർട്ടിലാണ് നിൽക്കണം, എന്നിട്ടും ഡെസ്റ്റിനേഷൻ ആ എയർപോർട്ടിക്ക് അതെന്താ സംഭവം എന്നാവും. ഓക്കെ, അപ്പൊ പോയിട്ടുണ്ട്. ഞാൻ ഇന്റർസിറ്റി ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയിരുന്ന വഴിക്കന്നെ കേട്ടോ. ഞങ്ങൾ പോയിരുന്ന വഴിക്ക് അത്താണിയിൽ കയറിയിട്ട് ചായ കുടിച്ച ആള് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് ഓംപ്ലേറ്റും ചായ ഒക്കെ വാങ്ങി തന്നെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ എത്തേണ്ട ഒരു 20 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തേണ്ടതായിരുന്നു. അപ്പോൾ ഇനി ട്രിപ്പ് അടിക്കണ്ടോ നോക്കട്ടെ, എന്താ അറിയില്ല. 130 ക്യൂ. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങട്ടെ. ഇവിടെ വിഷ്ണു ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അവനൊന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. അവന് നേരെ വീട്ടിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് നേരെ എന്നാൽ വന്നതാണെന്ന് പറഞ്ഞു. ട്രിപ്പ് പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് വർത്താൻ പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകണം. അതിന് മുമ്പ് വല്ല ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്കട്ടെ. പിന്നെ ഇയാളെ ഒരു മരണ വീട്ടിൽ നിന്നാട്ടോ പോന്നിക്കണേ, അതാണ് സംഭവം. ഭാഗ്യത്തിന് നമുക്കിതാ, ഭാഗ്യം എന്ന് പറയാൻ എന്നാലും ഭാഗ്യം തന്നെ, ടോള് കൊടുത്ത് ഇറങ്ങി. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. വീണ്ടും ഡൊമസ്റ്റിക് നിന്നാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 60 റുപ്യ വീണ്ടും പോയി കിട്ടി. എന്നാലും കുഴപ്പമില്ല, കാല് പോണില്ലാറെ നല്ലതാണല്ലോ. അല്ല, എന്താ പേര് കൊടുത്തേക്കണ, കാറ് എന്നോ. ഇത് ചിലപ്പോൾ നമ്മളെ പൈസ പോകാനൊരു ചെറിയൊരു പരിപാടി ആവും ചിലപ്പോൾ, എന്താ അറിയില്ല. നോക്കി നോക്കട്ടെ. ആളെ ഹെഡൊക്കെ അവിടെ കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ പേര് കണ്ടോ, കാറ് എന്ന്. അതെന്ത് സംഭവം? വല്ല ടാക്സിക്കാര് ഫേക്ക് അടിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ 60 വീണ്ടും പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. ഒരു 60 പോയാലും ചിറ്റേത്ത് വരാന്നാണ് കണ്ട് തോന്നുന്നുണ്ട്. ഡ്രോപ്പ് ലൊക്കേഷൻ 600 ഫെയർ ഉള്ളത്. ഒരു ഫുൾ ടാങ്ക് CNG ക്യാഷ് കിട്ടുമല്ലോ. അപ്പോൾ ചിറ്റേത്തുകാരാണ് കണ്ട പോലെ എനിക്ക് തോന്നുന്നത്. അതാണെന്നുണ്ടെങ്കിൽ കാക്കനാട് ഏകദേശം ഭാഗത്താണ്, നമ്മളെ പഴയ റൂമിൻ്റെ അവിടെ. അപ്പോൾ എന്താ അവസ്ഥ നോക്കട്ടെ. ഇവരായിരുന്നു നമ്മൾ ലാസ്റ്റ് കസ്റ്റമർ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പും കഴിഞ്ഞു. ഇനി നിർത്തുകയാണ്, പരിപാടി നിർത്തുകയാണ്. അപ്പോൾ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റിസർവേഷനൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ട്രിപ്പ് റിസർവേഷൻ കിടക്കണ്ടായിരുന്നു. 950 വാങ്ങിയിട്ടുണ്ട്. 890 60 ടോൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എയർപോർട്ടിൻ്റെ ടോളൊക്കെ റീഫണ്ട് ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു 100 രൂപ റീഫണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും ടോൾ വാങ്ങിയിട്ടുണ്ട്. അത് 2 ഹിന്ദിക്കാരന്മാരായിരുന്നു. നമ്മളിവിടെ എക്സ്പ്രസ് വേയിലാണ് ഇപ്പോൾ ഉള്ളത്, ആംബിയൻസിൻ്റെ അവിടെ. അവരെ രാജഗിരിയിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞവര്. അപ്പോൾ അവരോട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തു. ഇനി ഏതായാലും ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. സമയം 12:10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നാളെ മറ്റന്നാൾ ലീവാണ്. 12:10 ആയിട്ടുണ്ട്. ഇനി നേരെ റൂമിലേക്ക് വള്ളത്തോള്. ഇനി ഇവിടെ ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ ട്രിപ്പ് അടിക്കണം എന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഏതായാലും പോട്ടെ, റൂമിൽ പോട്ടെ. ഇതുണ്ടോ, നമ്മൾ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ CNG അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ CNG അടിച്ചിട്ടുണ്ടായിരുന്നു. 140 കിലോമീറ്റർ ഓടി. ഇനിയുണ്ട് 5 കട്ട. സാധാരണ 5 കട്ട ഓടുമ്പോൾ 100 കിലോമീറ്റർ ആവലുള്ളൂ ഇവിടെ ടൗണിൽ. അപ്പോൾ ഇനിയും നല്ല റോഡിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും അത്യാവശ്യം കിലോമീറ്റർ കിട്ടും. ഇനിയും ചിലപ്പോൾ ഒരു 140 130 കിലോമീറ്റർ ഇനിയും കിട്ടും. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ 200 കിലോമീറ്റർ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 5 കട്ടിൽ 140 കിലോമീറ്റർ ഓടി. പിന്നെ നമ്മൾ ബിയിൽ 161 കിലോമീറ്റർ. അതെന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മരടുന്ന അരൂരിൻ്റെ പാലം ഇറങ്ങുമ്പോഴാണ് 0 ആക്കിയത്. ഇന്ന് രാവിലെ ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എത്ര കിലോമീറ്റർ മറ്റേത് ഓടിയെന്ന് അറിയാൻ വേണ്ടി പേഴ്സണൽ ട്രിപ്പായിട്ടാണല്ലോ പോയത്. അപ്പോൾ ഒന്ന് കണക്കൂട്ടാൻ വേണ്ടി ട്രിപ്പ് ഇട്ടതായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. ഇനി നാളെയും മറ്റന്നാളും ലീവായിരിക്കും. നാളെ വണ്ടിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യണം. സർവീസ് പിന്നെ നമുക്ക് 70,000 കിലോമീറ്റർ ആയിട്ട് തന്നെ ഷോറൂമിൽ കയറ്റി ചെയ്യാം. സർവീസ് വലിയൊരു പ്രശ്നമല്ലാന്ന് തോന്നണേ. നമുക്ക് അലൈൻമെൻറ്റ് അതും ചെയ്തോ. അലൈൻമെൻറ്റിൻ്റെ ആണ് ചെറിയ ഷേക്കും കാര്യങ്ങളും വരുന്നത്. പിന്നെ ടയർ ഒരു ഭാഗം മാത്രം കുറച്ച് തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ റോഡ് അങ്ങനെയാണ്. മഴയും കുയ്യും കാര്യങ്ങളൊക്കെ ആയിട്ടേ വെള്ളത്തെ കുയിലൊക്കെ ചാടുമ്പോൾ അലൈൻമെൻ്റ് ഒക്കെ പോയിണ്ടാവും. അപ്പോൾ ടയർ കുറച്ച് തേഞ്ഞിട്ടുണ്ട്, ബാക്കത്തെ ഒരു ഭാഗം മാത്രം. അതുകൊണ്ടാണ് ചെറിയൊരു ഷെയ്ക്ക് വരുന്നത്. അപ്പോൾ നാളെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ടയർ എടുക്കുക വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു 3000 കിലോമീറ്റർ ഓടിയിട്ട് 70,000 ആകുമ്പോൾ വണ്ടിൻ്റെ സർവീസ് ചെയ്യാം. അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഓടിയിട്ടുണ്ട് പേഴ്സണൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.